നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 540 സീറ്റുകളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും? എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിക്കുമോ ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട്? തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ BJP കേവല ഭൂരിപക്ഷത്തിലേക്കെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആദ്യ ഫലസൂചനകൾ BJPക്ക് അത്രമാത്രം ആത്മവിശ്വാസം നൽകുന്നതല്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്നാൽ BJPക്ക് നിരാശ നൽകുന്നതല്ല. 291 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നാൽ പ്രതീക്ഷിച്ച ഒരു വലിയ സ്വീപ്പ് BJPക്ക് അനുകൂലമായി, മോദിപ്പടയ്ക്ക് അനുകൂലമായി ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്രയിൽ 23 സീറ്റുകളിൽ BJPയും 23 സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് കേരളത്തിലാകട്ടെ 14 ഇടങ്ങളിൽ UDF, LDF 5 ഇടങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ 1 മണിക്കൂറായി തൻ്റെ ലീഡ് കൃത്യമായി 5000-6000 വോട്ടിൽ നിലനിർത്തുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടെടുപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് ഇനിയും മണിക്കൂറുകൾ വേണ്ടി വരും യഥാർത്ഥ റിസൾട്ട് പുറത്തു വരാൻ. ആദ്യഘട്ടത്തിലെ ചില ഫലസൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഫലസൂചനകൾ ഒരു ചെറിയ ശതമാനം BJP അല്ലെങ്കിൽ NDAക്ക് ആത്മവിശ്വാസം കുറയ്ക്കുന്നതാണ് എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് പറയാം. അത് കാണാതെ പോയിക്കൂടാ. കാരണം വാരാണസിയിൽ നരേന്ദ്രമോദി 6000 വോട്ടിന് പിന്നിലാണ്. ഇത് സ്വാഭാവികമായും നരേന്ദ്രമോദി അവിടെ ഒരു കൂറ്റൻ വിജയം നേടുമെന്നതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എത്രമാത്രം മോദി വിരുദ്ധരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ന്യൂസ് റൂമുകളിൽ വലിയ ആഘോഷം നടക്കുകയാണ് നരേന്ദ്രമോദി 6000 വോട്ടിന് പിന്നിൽ. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളും ജനാധിപത്യത്തിൽ മത്സരിക്കാനും അധികാരത്തിൽ വരാനുമുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയാണ് BJPയും, അത്തരത്തിലൊരു നേതാവാണ് നരേന്ദ്രമോദിയും. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ എത്രമാത്രം മോദി വിരുദ്ധരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ന്യൂസ് റൂമുകളിലെ ആഹ്ലാദങ്ങളും ആർപ്പുവിളികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വാരണസിയിൽ നരേന്ദ്രമോദി വമ്പിച്ച വിജയം നേടും എന്നൊരു തർക്കമൊന്നുമില്ല, അത് ഇവർക്കും അറിയാം. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ വോട്ടിന് നരേന്ദ്രമോദി പിന്നിലെന്ന് പറഞ്ഞാൽ അതിൽ ആശ്വാസം കണ്ടെത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമുക്കിടയിൽ മാധ്യമപ്രവർത്തകരായുണ്ട് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ആഹ്ലാദം. എന്തായാലും തമിഴ്നാട്ടിൽ 31 DMK മുന്നേറുന്നു എന്നുള്ളത് അവിടുത്തെ NDA സംബന്ധിച്ച് അതൊരു തിരിച്ചടി തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ BJPയുടെ കുതിപ്പ്, BJP 14 സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. തെലങ്കാനയിൽ 8 സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നു. അവിടെ 7 കോൺഗ്രസ് മുന്നേറുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഉത്തർപ്രദേശിൽ 40 സീറ്റുകളിൽ 39 സീറ്റുകളിൽ SP സഖ്യം മുന്നേറുന്നു. അവിടെ BJP വലിയ ഒരു നേട്ടം പ്രതീക്ഷിച്ചിരുന്നു, ആ നേട്ടം അവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറുന്നു 8 ഇടങ്ങളിൽ. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ 4 ഇടങ്ങളിലും BJP തന്നെയാണ് മുന്നേറുന്നത്. ഡൽഹിയിൽ 6 BJP മുന്നേറ്റം തുടരുന്നു. തെലങ്കാനയിൽ 8 BJP മുന്നേറുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഛത്തീസ്ഗഡിൽ 1 സീറ്റിൽ BJP തന്നെയാണ് മുന്നേറുന്നത്. ജമ്മു ആൻഡ് കശ്മീരിൽ 2 സീറ്റിൽ BJP മുന്നേറുന്നു. ജമ്മു കശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയ ശേഷമുണ്ടായ മാറ്റമൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതായിരുന്നു BJPയുടെ വിശ്വാസം. കർണാടകയിൽ 28 സീറ്റുകളുള്ളതിൽ 22 BJPയുടെ മുന്നേറ്റം നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ 289 സീറ്റ്, 294 ഈ കണക്കുകൾ മറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളുടെ ഈ താൽക്കാലികമായ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് ആഹ്ലാദിക്കാനോ നിരാശപ്പെടാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ അത്രത്തോളം പർവ്വതീകരിച്ച് കാണേണ്ട
കാര്യവുമില്ല. ഈ കണക്കുകൾ സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ മാറി മറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. 294 സീറ്റിലേക്ക് BJP NDA സഖ്യം മുന്നേറ്റം തുടരുന്നു. 212 സീറ്റിൽ കോൺഗ്രസ് മുന്നേറുന്നു. ഇന്ത്യ സഖ്യം, കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യം മുന്നേറുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രെൻഡുകളെ കൃത്യമായി അതാത് സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ട്രെൻഡുകൾ അടുത്ത സെക്കൻഡ് മാറും. എങ്കിലും BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകും. മോദി തന്നെ 3ാം വട്ടവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നതിൽ ഒരു സംശയവുമില്ല. ആ രീതിയിലേക്ക് തന്നെയാണ്. പക്ഷേ എക്സിറ്റ് പോളുകളുടെ പറഞ്ഞതുപോലെയുള്ള ഒരു ട്രെൻഡ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അടുത്ത 1 മണിക്കൂറോളം കാത്തിരുന്ന് നമ്മൾ വീക്ഷിക്കേണ്ടത്. കേരളത്തിൽ എത്ര സീറ്റുകളിൽ BJP NDA സഖ്യം വിജയിക്കും? കേരളത്തിൽ UDF ആയിരിക്കും മെജോറിറ്റി എന്നതിൽ ഒരു തർക്കമില്ല. 14-15 സീറ്റുകൾ UDF നേടി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. 4-5 സീറ്റുകളിലായിരിക്കും 4-5 സീറ്റുകളിൽ LDF ഒതുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. രാജ്യത്ത് വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരുക്കത്തിലാണ് NDA സഖ്യം. 298 സീറ്റിലേക്ക് ഇപ്പോൾ അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തൊരിക്കൽ കൂടി BJP ഭരണത്തിലേറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അല്ല എന്ന് കരുതുന്നവർക്ക് അവരുടെ സ്വപ്നം കണ്ടിരിക്കാം. എന്തായാലും നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നതിൽ ഒരു തർക്കവും വേണ്ട.